എന്താണ് ആക്ച്വലി ഒരു വെരിക്കോസ് വെയിൻ? നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കാലുകളിൽ തടിച്ചു വീർത്ത് വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന എല്ലാ വെയിൻസും വെരിക്കോസ് വെയിൻ തന്നെയാണ്. അതിനാണ് വെരിക്കോസ് വെയിൻ എന്ന് നാം പറയുന്നത്. ഇനി വെരിക്കോസ് വെയിൻ എന്നാൽ വെയിൻ എന്നാൽ എന്തെന്ന് പറയാം. അതിനാദ്യം നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പണ്ട് പഠിച്ച സയൻസ് ഒന്നുകൂടെ പഠിക്കാം, ചെറുതായിട്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് എല്ലാവർക്കും ഹൃദയം ഉണ്ടെന്നറിയാമല്ലോ. ഹൃദയത്തിന്റെ ജോലി എന്താണ്? രക്തം പമ്പ് ചെയ്യുക, ശുദ്ധീകരിക്കുക. അതെ. അതായത് പമ്പ് ചെയ്യുന്ന രക്തം ആർട്ടറീസ് എന്ന് പറയുന്ന രക്തക്കുഴലുകൾ വഴി നമ്മുടെ ശരീരത്തിന്റെ കാലുകളിലും കൈകളിലേക്കും എല്ലാം എത്തുകയാണ് ചെയ്യുന്നത്. അതായത് കാലിലേക്ക് ബ്ലഡ് വരുന്നത് ആർട്ടറീസ് എന്ന് പറയുന്ന രക്തധമനികളിലൂടെയാണ്. അങ്ങനെ കാലിലേക്ക് വന്ന രക്തധമനി കാലിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും മറ്റ് ഫുഡ്, കാലിന് ആവശ്യമായിട്ടുള്ള എനർജി എല്ലാം കൊടുത്തതിന് ശേഷം തിരിച്ച് ഓരോ സെൽസിൽ നിന്നും അത് തിരിച്ച് ഹൃദയത്തിലേക്ക് തന്നെ എത്തുന്നുണ്ട്. ബ്ലഡ് അങ്ങനെയാണല്ലോ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ തിരിച്ചു വരുന്ന രക്തധമനികളെയാണ് നാം വെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെയിനിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലുകളിൽ നിന്നും മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്നും രക്തത്തിനെ ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ കാലുകളിൽ രക്തം വരുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കാലുകളിൽ ഗ്രാവിറ്റി കൂടുതലാണ്. അപ്പോൾ അതായത് ഈ ബ്ലഡ് കയറി പോകുന്നത് ഗ്രാവിറ്റിക്ക് എതിരായിട്ടാണ്, മുകളിലോട്ട് കയറി പോകണം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പെട്ടെന്ന് കയറി പോവില്ല. അതേസമയം ഹൃദയത്തിൽ നിന്ന് കാലിലേക്ക് വരാൻ എളുപ്പമാണ്. കാരണം താഴേക്ക് ഒരു കല്ല് ഉരുട്ടി വിട്ടാൽ വീണ്ടും വരുന്ന പോലെ പെട്ടെന്ന് വരാം. അതുകൊണ്ട് തന്നെ ആർട്ടറീസ് വഴി ബ്ലഡ് കാലിലേക്ക് എത്താൻ എളുപ്പമാണ്. പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബ്ലഡ് താഴേക്ക് എത്തും. പക്ഷെ തിരിച്ച് കയറി പോകുമ്പോൾ ഈ ഒരു എളുപ്പമല്ല. ഇത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാവണം നമ്മുടെ കാലുകളിലെ വെയിൻസിനുള്ളിൽ വാൽവുകളുണ്ട്. ചെറിയ ചെറിയ വാൽവുകൾ ഈ വെയിൻസിന്റെ സിസ്റ്റത്തിന് മുഴുവനായിട്ടുണ്ട്. ഇവിടെ കാലിലെ വെയിൻ നിൽക്കുന്നത് ഒരു ചെടിയുടെ വേര് പോലെയാണ്. നമ്മളൊരു ചെടി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വേര് എങ്ങനെയാണ് നിൽക്കുന്നത്? ഒരുപാട് ചെറിയ ചെറിയ വേരുകളായിട്ട് ഇങ്ങനെ മാറി മാറിയാണ്. അപ്പോൾ ഈ ഓരോ ചെറിയ സെല്ലിൽ നിന്നും വെന്യൂൾസ് എന്ന് പറയുന്ന ചെറിയ ചെറിയ വെയിൻസിനുള്ളിലേക്ക് കയറി അതുവഴി തിരിച്ച് മേജർ വെയിൻസിലോട്ട് വന്ന് പിന്നെ ആ മേജർ വെയിനാണ് ഹൃദയത്തിലേക്ക് എംപ്റ്റി ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു ചെടിയുടെ വേര് പോലെ നിൽക്കുന്ന എല്ലാ വെയിൻസിനുള്ളിലും വാൽവുകളുണ്ട്. അതായത് നോൺ റിട്ടേൺ വാൽവുകളാണ്. അതായത് ഒരു പ്രാവശ്യം മുകളിലോട്ട് കയറിയാൽ തിരിച്ച് തെന്നി വീഴില്ല, മുകളിൽ തന്നെ പോകും. തെന്നി വീഴാൻ പാടില്ലല്ലോ, ഹൃദയത്തിലേക്ക് ബ്ലഡ് കയറി പോകണം. അപ്പൊ അതിന് നമ്മുടെ ഈശ്വരൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഓർഗനാണ് വെയിൻ എന്ന് പറഞ്ഞാൽ. വെയിനുള്ളിൽ വാൽവുകളുണ്ട്. ആ കറക്റ്റായിട്ട് നോർമലായിട്ടുള്ള ഒരാൾക്ക് കാലിലേക്ക് വരുന്ന രക്തം മുഴുവനായി തിരിച്ച് കയറി ഹൃദയത്തിലേക്ക് പൊക്കോളും, ഒരു കുഴപ്പമില്ല. അത് വളരെ അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചില ആൾക്കാരിൽ ജനറ്റിക് ആയിട്ടുള്ള ചെറിയ ചേഞ്ചസ് വരാം. മനസ്സിലായില്ലേ? അതായത് പാരമ്പര്യമായിട്ടുള്ള ജീൻസിന്റെ വൈകല്യമാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാക്കുന്നത്. ജീൻസിന്റെ വൈകല്യം? അതെ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിൻ വോൾസിന്റെ വെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിന്റെ ഒരു മെറ്റീരിയൽ കൊണ്ടാണല്ലോ ഈ വെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മെറ്റീരിയലിന്റെ ഇലാസ്റ്റിറ്റി നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു റബ്ബർ ബാൻഡ് എടുത്തു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ അത് ഇലാസ്റ്റിറ്റി ഉള്ളതുകൊണ്ടാണ് അതിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ശരിയല്ലേ? പക്ഷേ ഈ റബ്ബർ ബാൻഡ് ഇലാസ്റ്റിറ്റി പോയെന്ന് വിചാരിക്കുക, റബ്ബർ ബാൻഡ് വലുതായി പോകും അല്ലേ? ഇലാസ്റ്റിറ്റി ഇല്ല. ഇനി ഈ റബ്ബർ ബാൻഡുകളെല്ലാം അടുക്കി ഒരു ട്യൂബ് പോലെ വെച്ചിരിക്കാൻ നോക്കുക. ഇതിന്റെ ഓരോന്നിന്റെ ഇലാസ്റ്റിറ്റി മാറിപ്പോയി പല ഇതിലും. അപ്പൊ എന്ത് പറ്റും? പല സ്ഥലങ്ങളിലായിട്ട് പല ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കും, വളഞ്ഞു നിൽക്കും. അപ്പോൾ ഇങ്ങനെ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിറ്റി നഷ്ടപ്പെട്ടു പോയ വെയിൻസിനെയാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. മനസ്സിലായി? ഡോക്ടർ ഇപ്പോൾ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ ജനറ്റിക്കലായിട്ട് ചില ആൾക്കാർക്ക് ബൈ ബർത്ത് തന്നെ ഉണ്ടാകാം. ഇനി അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത എന്താണ്? ആക്ച്വലി അടിസ്ഥാനപരമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ജനറ്റിക് പ്രോബ്ലം തന്നെയാണ്. പക്ഷേ പല ഫാക്ടേഴ്സും ഉണ്ട് ഇത് കൂടുതലായിട്ട് പുറത്തേക്ക് വരാനായിട്ട്. അതായത് മറ്റു ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു പ്രീഡിസ്പോസിഷൻ ഇല്ലാത്ത ഒരാൾക്ക് ഇത് പുറത്തേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. പ്രധാനമായിട്ടും നിൽക്കുന്ന ആൾക്കാർക്ക് വെരിക്കോസ് വെയിൻ കൂടുതലായിട്ട് വരാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നിന്ന് ജോലി ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ ടീച്ചേഴ്സ് ഉണ്ടാവും, ഈ പോലീസുകാർ, അങ്ങനെ നിന്ന് ബ്യൂട്ടീഷ്യൻസ് ഒക്കെ, ബാർബർ തൊഴിലാളികൾ. അതെ, കൂടുതൽ നേരം നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ബ്ലഡ് മുകളിലോട്ട് കയറുന്നതിന് പകരം ഇത് തെന്നി വീഴാൻ തുടങ്ങും. പക്ഷെ എല്ലാ നിൽക്കുന്ന ജോലി ചെയ്യുന്ന എല്ലാവർക്കും വരാറില്ല. മറിച്ച്
ഈ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞ ആ ഒരു ജനറ്റിക് ഒരു പ്രീഡിസ്പോസിഷൻ ഉള്ള ഒരാൾ നിൽക്കുമ്പോഴാണ് അത് പുറത്തേക്ക് കൂടുതൽ അത് തെളിഞ്ഞു വരികയും പുറത്ത് കാലിൽ പുറത്തേക്ക് കാണാൻ പറ്റുകയും പിന്നെ അതിൻ്റെ രോഗലക്ഷണങ്ങളിലേക്ക് ഈ വ്യക്തികൾ പോകുന്നതും ഗ്രാജ്വലി നിൽക്കുന്ന ജോലി ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പെട്ടെന്ന് പോകാൻ തുടങ്ങും.